May all glory be unto God. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. We have come to the last part of the series of Bible studies that were going on here in relation with this convention. ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വചന പഠനത്തിന്റെ അവസാന ദിവസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. The revelation of God and the Trinity was the subject, as we all know. ദൈവിക വെളിപ്പാടും തൃത്വവും എന്ന വിഷയത്തിലാണ് നാം ഈ ദിവസങ്ങളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. We have had 4 classes before this. നമുക്ക് ഇതിനു മുൻപ് 4 ക്ലാസുകൾ നടക്കുകയുണ്ടായി. We saw the revelation of God through the Lord's servant. ദൈവിക വെളിപ്പാടിനെ അടിസ്ഥാനമാക്കി ദൈവദാസന്മാരിലൂടെ നമുക്ക് കേൾക്കുവാനിടയായി. Then we saw the Trinity in the revelation. ദൈവിക തൃത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി കേൾക്കുവാൻ നമുക്കിടയായി. And then we saw the Father in the Trinity. പിതാവ്, തൃത്വത്തിൽ പിതാവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം ക്ലാസുകൾ കേട്ടു. And yesterday we saw the Son in the Trinity. ഇന്നലെ രാത്രി നാം കർത്താവായ പുത്രൻ തൃത്വത്തിൽ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നാം ക്ലാസ് കേൾക്കുവാനിടയായി. So I don't have to tell what is going to be the last, that is the Holy Spirit in relation to the Trinity. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുവാനാണ് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്. Now all through these classes, right from Tuesday evening onwards, we have been hearing the word Holy Spirit as the part of the Trinity. നാം ഈ ക്ലാസുകൾ ആരംഭം മുതൽ നമുക്ക് പരിശുദ്ധാത്മാവ് തൃത്വത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന പദം ആവർത്തിച്ച് കേൾക്കുവാനിടയായി. Most of the things that we need to know about the Holy Spirit in relation to the Trinity was also included in all the other classes also. നാം തൃത്വത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തൃത്വത്തിലെ മറ്റ് ക്ലാസുകളിലും നമുക്ക് അത് ഉൾപ്പെടുത്തുകയും അത് കേൾക്കുവാനും ഇടയായി തീർന്നു. It is not a mistake. അത് ഒരു തെറ്റല്ല. The reason is we cannot separate one from the other when we learn the Trinity. അതിന് കാരണം തൃത്വത്തിലെ ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിനെ നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. When we want to learn about the Father, we obviously have to mention the Son and the Holy Spirit. നാം പിതാവിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ പുത്രനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ബന്ധപ്പെടുത്തി പഠിക്കേണ്ടത് ആവശ്യമാണ്. If we want to learn about the Son in Trinity, we need to talk about the Father and the Holy Spirit. നാം തൃത്വത്തിൽ പുത്രനെ കുറിച്ച് പഠിക്കണമെങ്കിൽ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ബന്ധപ്പെടുത്തി നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. And when we want to talk about the Holy Spirit, we also have to talk about the Father and the Son. നാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയണമെങ്കിൽ പുത്രനെയും പിതാവിനെയും ബന്ധപ്പെടുത്തി പറയേണ്ടത് ആവശ്യമാണ്. So we talk about, or rather we learn, one God in 3 persons revealed. നാം ഇവിടെ പഠിക്കുന്നത് ത്രിയേക ദൈവം, ഒരു ഏക ദൈവം 3 ആളത്വങ്ങളിൽ എന്നുള്ളതാണ്. There are all the chances that the concept of the Holy Spirit can be misunderstood to a large extent. പരിശുദ്ധാത്മാവ് എന്ന വിഷയം പലപ്പോഴും വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുവാൻ ഇടയുണ്ട്. Especially in the modern days, people have different understanding about the Holy Spirit. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തെറ്റായ ധാരണകൾ ആളുകൾക്കിടയിലുണ്ട്. The reason is not because the Bible is confused about that. അതിന് കാരണം വിശുദ്ധ വേദപുസ്തകം അതിൽ പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിൽ ആശയക്കുഴപ്പമുള്ളത് കൊണ്ടല്ല. But many Christian groups who are believers themselves are teaching a different teaching about the Holy Spirit. അതിന്റെ കാരണം ക്രിസ്തീയ വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെ വ്യത്യസ്തമായ ഉപദേശങ്ങൾ പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിൽ പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. Many people, the way they present the Holy Spirit, people will understand Holy Spirit is a power. പലപ്പോഴും ആളുകൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ് എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. That is a very wrong concept. അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. Holy Spirit is not a power. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, but it's a person. അത് ഒരു വ്യക്തിയാണ്. He is a person, no doubt. Absolutely, the Bible teaches about that. യാതൊരു സംശയത്തിനും ഇടയില്ലാതെ പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. He is a powerful person. അവൻ വളരെ ശക്തിയുള്ള വ്യക്തിയാണ്. That is how we understand from the Bible. അങ്ങനെയാണ് നാം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് കാര്യം മനസ്സിലാക്കുന്നത്. So when we learn the Trinity, and especially Holy Spirit in relation to the Trinity, നാം തൃത്വം പ്രധാനമായും പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട തൃത്വത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ we should always consider him as a person, a powerful person, and not a mere power.
പരിശുദ്ധാത്മാവിനെ കേവലം ശക്തിയായിട്ടല്ല വളരെ ശക്തിയുള്ള ഒരു വ്യക്തിയായി നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. Then certain terminologies used in the scripture itself regarding the Holy Spirit. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ, if it is not understood in the right way, there can be misunderstanding. നാം അതിനെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. For example, the terminologies like the anointing of the Spirit. പരിശുദ്ധാത്മാ അഭിഷേകം എന്നുള്ള വാക്ക് in the Old Testament, anointing with the holy oil, anointing oil. പഴയ നിയമത്തിൽ അഭിഷേകം എണ്ണ കൊണ്ടുള്ള അഭിഷേകത്തെ കുറിച്ച് നാം കാണുന്നുണ്ട്. So people think the Holy Spirit is a sort of oil by which you can be anointed. ചില ആളുകൾ ധരിക്കുന്നത് എണ്ണ പോലെയുള്ള ഒരു വസ്തുവാണ്, അഭിഷേകം ചെയ്യാൻ കഴിയുന്ന ഒരു വസ്തുവാണ് പരിശുദ്ധാത്മാവെന്ന് ധരിക്കാറുണ്ട്. The filling of the Holy Spirit. പരിശുദ്ധാത്മ നിറവ്. So people think it is a liquid which you can pour and it fills and overflows. ഒരാളിലേക്ക് നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദ്രാവകമാണ് പരിശുദ്ധാത്മാവെന്ന് ധരിക്കാൻ സാധ്യതയുള്ള ആളുകളുണ്ട്. See, such terminologies must be understood in the right context of the scriptures, otherwise there can be a misunderstanding. ഇത്തരം പദപ്രയോഗങ്ങൾ കൃത്യമായ വേദപുസ്തക അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റിദ്ധാരണ വരുവാൻ സാധ്യതയേറെയാണ്. So the basic concept is the Holy Spirit is a powerful person and not a mere power. അടിസ്ഥാനപരമായുള്ള വസ്തുത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, വളരെ ശക്തിയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. When we think about the Holy Spirit, നാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ sometimes people think, no, these brethren don't believe in the Holy Spirit. ചില ആളുകൾ പരക്കെ പറയുന്ന ഒരു കാര്യമാണ് ബ്രദറുകാർക്ക് പരിശുദ്ധാത്മാവിൽ വിശ്വാസമില്ല എന്നുള്ളത്. Some people even say these brethren don't have the Holy Spirit. ചില ആളുകൾ പറയാറുണ്ട് പരിശുദ്ധാത്മാവ് ബ്രദറുകാർക്ക് പരിശുദ്ധാത്മാവേ ഇല്ല എന്ന് പറയാറുണ്ട്. Now these are all misunderstanding. ഇതെല്ലാം തെറ്റിദ്ധാരണകളാണ്. Now I won't blame the people who say that. അങ്ങനെ പറയുന്ന ആളുകളെ ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. Because it is out of a misunderstanding or a wrong concept they are telling that. അവരുടെ തെറ്റായ ധാരണകളും അവർ മനസ്സിലാക്കിയ തെറ്റായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ പറയുന്നത്. There cannot be a church, there cannot be a child of God who does not have the Holy Spirit in him or with him. തന്നിൽ പരിശുദ്ധാത്മാവില്ലാത്ത ഒരു വ്യക്തിയെയും നമുക്ക് ദൈവ പൈതലായിട്ട് കാണാനായിട്ട് കഴിയില്ല. If any person has got is a believer, ഒരു വ്യക്തി വിശ്വാസിയാണെങ്കിൽ it is only because of the role of the Holy Spirit in him he becomes a believer. അവനിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് അവൻ വിശ്വാസിയായി മാറുന്നത്. So nobody can say, either you should say they are not believers, they are not Christians. നാം ആളുകളെ ഒരു വ്യക്തി അങ്ങനെ അല്ലാത്ത ആളുകളെ നാം ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസികളല്ല എന്ന് വിളിക്കേണ്ടി വരും. They cannot say, no, brothers are all believers but they don't have the Holy Spirit. Both cannot go together. ബ്രദറുകാരിൽ പരിശുദ്ധാത്മാവ് ഇല്ല എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് പൊരുത്തപ്പെട്ടു പോകുന്ന കാര്യമല്ല. So what is the difference? It is the understanding that is different in the different people. ആളുകൾ വ്യത്യസ്ത ആളുകളിൽ വ്യത്യസ്തമായ ധാരണയാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. Now when we come to the specific the relation of the Holy Spirit to Trinity, തൃത്വവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ബന്ധത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, that is my basic topic for this evening. ഈ രാത്രിയിൽ ഞാൻ ഈ സായാഹ്നത്തിൽ അതാണ് എന്റെ പഠനത്തിന് വിഷയമായിരിക്കുന്നത്. The first thing is ആദ്യത്തെ കാര്യം the presence of the Holy Spirit from the beginning. ആദിയിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം. Now this we have been time and again listening over the past few classes. കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ നാം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് കേട്ടുകൊണ്ടിരുന്നത്. Now we know God is in itself a plural terminology. ദൈവം അതിൽ തന്നെ ഒരു ബഹുവചന പ്രയോഗമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. Bible begins in Genesis chapter 1 and verse 1. In the beginning God created. ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാം വാക്യം ബൈബിൾ ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. So that word God is what begins the Bible. ദൈവം എന്ന വാക്കുകൊണ്ടാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. And that word God is Elohim in the root language. ആ വാക്യം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ദൈവം എന്ന പദത്തിന്റെ മൂലവാക്ക് എലോഹിം എന്ന പദമാണ്. Elohim in itself is a plural term. എലോഹിം എന്ന വാക്ക് അതിൽ തന്നെ ഒരു ബഹുവചനമാണ്. That is how it is understood and explained when you understand the root meaning of that. ആ വാക്കിന്റെ മൂലവാക്ക് നാം മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ് അതിനെ വിശദീകരിക്കാൻ കഴിയുക. Not many gods, അനേക ദൈവങ്ങളല്ല, but God in himself is plural. That is the
That is why it is a plural terminology. ദൈവം തന്നിൽ തന്നെ ബഹുവചന രൂപത്തിലാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. When God addresses about himself, ദൈവം തന്നെ കുറിച്ച് തന്നെ പറയുമ്പോൾ he talks in plural term about himself. തന്നെ കുറിച്ച് തന്നെ ദൈവം ബഹുവചന ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. We heard it the other day. നാം ഇന്നലെ അത് കേട്ടു. Now let us create man നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. in our own image, നമ്മുടെ സാദൃശ്യത്തിൽ, in our likeness. നമ്മുടെ സ്വരൂപത്തിൽ. So all this, God is talking to himself. ദൈവം തന്നോട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. There is more than one person, that means. ഇതിന്റെ അർത്ഥം എന്താണ്? God never took the help of any other creations for the creational work. സൃഷ്ടി പ്രവർത്തനത്തിന് വേണ്ടി ദൈവം മറ്റൊരു സൃഷ്ടിയുടെയും സഹായം തേടിയിട്ടില്ല. Creation is absolutely of God. സൃഷ്ടി എന്ന് പറയുന്നത് സമ്പൂർണമായി ദൈവത്തിൻ്റെതാണ്. God is the creator. ദൈവമാണ് സൃഷ്ടിതാവ്. And the creation is of God. ദൈവത്തിൻ്റെതാണ് സൃഷ്ടി. Other than God, everything else that we see today is the creation. ദൈവത്തെ കൂടാതെ നാം ഇന്ന് കാണുന്നതെല്ലാം സൃഷ്ടിയാണ്. In the beginning, God created or God made the heavens and the earth. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. That means before that nothing existed. അതിന്റെ അർത്ഥം ഒന്നുമില്ലാതിരുന്നപ്പോൾ, only God existed. ദൈവം മാത്രം ഉണ്ടായിരുന്നപ്പോൾ, that we do not know from when he is existing. അവൻ എവിടെ മുതലാണുള്ളതെന്ന് നമുക്കറിയില്ല. He is there from the beginning. അവൻ ആദി മുതലുള്ളവനാണ്. We cannot pinpoint and say this is the beginning of God. ഈ ദൈവത്തിന്റെ ആരംഭം ഇവിടെയാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു സ്ഥാനമില്ല. From that time onwards, the presence of the Holy Spirit is always there. ദൈവം എന്ന് മുതലുണ്ടോ അന്ന് മുതൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവുമുണ്ട്. For example, in Genesis chapter 1 and verse 2. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ. Shall we read that verse? Genesis chapter 1 and verse 2. Chapter 1 and verse 1 and 2. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതമായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. Now there we see the Spirit of God was hovering over the waters. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. Now in the book of Genesis we read the role of the creation. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ വിവരണം നാം കാണുമ്പോൾ, even before that creation was done, the Spirit of God was hovering over the waters. സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. So we know because the Holy Spirit was there, God is using that plural terminology. Let us in our own image. ഇവിടെ ദൈവം ബഹുവചന രൂപത്തിൽ നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ എന്ന് ഉപയോഗിക്കുന്നതിന്റെ കാരണം സൃഷ്ടിയുടെ ആരംഭത്തിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. So from the time God is, we also know the Holy Spirit is as the part of the Godhead. ദൈവം എന്ന് മുതലുണ്ടോ അന്ന് മുതൽ തന്നെ ദൈവത്തിന്റെ ഭാഗമായി നാം പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. The credit of the creation is not shared with any other creations. സൃഷ്ടിയുടെ സൃഷ്ടി നടത്തിപ്പിന്റെ പ്രത്യേകതകൾ, അതിന്റെ ഉത്തരവാദിത്വം ദൈവം മറ്റാരുമായും പങ്കുവയ്ക്കുന്നില്ല. That is the revelation of the glory of God. അത് ദൈവിക വെളിപ്പാടിന്റെ മഹത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. God will never share his glory with any other creation. ദൈവം തന്റെ മഹത്വം മറ്റൊരു സൃഷ്ടിയുമായും പങ്കുവയ്ക്കുന്നില്ല. So creation, if it is the revelation of the glory of God, സൃഷ്ടി എന്ന് പറയുന്ന ദൈവിക മഹത്വത്തിന്റെ വെളിപ്പെടലാണെങ്കിൽ no angels have a share in that. ഒരു ദൈവദൂതനും അതിൽ പങ്കില്ല. No other creation have a share in that. മറ്റൊരു സൃഷ്ടിക്കും അതിൽ പങ്കില്ല. Only God. ദൈവത്തിന് മാത്രം. And if that God is in plurality, ആ ദൈവം ബഹുവചന രൂപത്തിലാണുള്ളതെങ്കിൽ there has to be more than one person in creation involved. ആ സൃഷ്ടിയിൽ ഒന്നിലധികം ആളുകൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. That is why we read in Genesis 1 and verse 2, the Spirit of God was hovering over the water. അതുകൊണ്ടാണ് നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് കാണുന്നത്. Now when we think about God and his revelation,
ദൈവത്തെക്കുറിച്ചും ദൈവിക വെളിപ്പാടിനെക്കുറിച്ചും നാം ചിന്തിക്കുമ്പോൾ The revelation of God is progressive. ദൈവിക വെളിപ്പാട് പുരോഗമനപരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. So in the Old Testament, Trinity is mystical. പഴയ നിയമത്തിൽ ഈ തൃത്വം എന്നുള്ളത് മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ്. It was there, അതവിടെ ഉണ്ട്, but it was not revealed fully. എന്നാൽ അത് പൂർണ്ണമായും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. It was a mystery. അത് ഒരു മർമ്മമാണ്. But the presence of the Holy Spirit was there. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. The presence of the Son was there. പുത്രന്റെ സാന്നിധ്യം അവിടെയുണ്ട്. God the Father was there. പിതാവ് അവിടെയുണ്ട്. But it was mystical to the Old Testament saints. എന്നാൽ പഴയ നിയമ വിശുദ്ധന്മാർക്ക് അത് വെളിപ്പെടുത്തപ്പെട്ട ഒന്ന് അല്ല. So the major difference between the understanding of Godhead in the Old Testament and the New Testament, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള ദൈവത്വം എന്ന വിഷയത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണമെങ്കിൽ, now listen to this very carefully. ഈ കാര്യം നാം ശ്രദ്ധിക്കണമേ. The Old Testament saints understood the triune God as one and the only true God. ദൈവിക തത്വത്തെ ഏകനും സത്യവാനുമായ ദൈവമായിട്ടാണ് പഴയ നിയമഭക്തന്മാർ മനസ്സിലാക്കിയിരുന്നത്. Understand that carefully. This concept you have to understand very well. ഈ കാര്യം നിങ്ങൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കണം. The triune God was understood as the one and the only God in the Old Testament. ഏക സത്യ ദൈവമായിട്ടാണ് പഴയ നിയമത്തിൽ ത്രിയേക ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. But when we come to the New Testament, എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ the one and the only God is understood as a triune God. ഈ ഏക സത്യ ദൈവം ത്രിയേക ദൈവമായി വെളിപ്പെടുന്നു. That is how it is revealed. അതാണ് ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. The one and the only God is revealed or understood as a triune God in the New Testament. പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ കാണുന്ന ഏക സത്യ ദൈവം ത്രിയേക ദൈവമായി വെളിപ്പെടുന്നു. So the progressive revelation of God is completed with the fullness or the completion of the word of God, the New Testament. പുതിയ നിയമത്തിന്റെ പൂർത്തീകരണത്തോടുകൂടെ ഈ ദൈവിക വെളിപ്പാടിന്റെ പുരോഗമനപരമായ പൂർത്തീകരണം നമുക്ക് കാണാൻ കഴിയും. That is why we say the Holy Spirit was mystical for the Old Testament saints. അതുകൊണ്ടാണ് പഴയ നിയമ ഭക്തന്മാർക്ക് ഈ പരിശുദ്ധാത്മാവ് എന്നുള്ള വ്യക്തിത്വത്തെ ഒരു മർമ്മമായിരിക്കുന്നു എന്ന് പറയാനായിട്ട് കാരണം. For some reasons God opted to reveal himself like that. ആ നിലയിലാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. God's plans are always progressive. ദൈവത്തിന്റെ പദ്ധതികൾ എപ്പോഴും പുരോഗമനാത്മകരമാണ്. In spite of that, it is difficult for us to understand him fully. ഇത് നമുക്ക് എത്രത്തോളം ചിന്തിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. So imagine if the whole concept was given together in one shot, ഈ ചിന്തകളെല്ലാം ഒരുമിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ how we would have understood it. നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും? Systematically, little by little, over the past so many years, God is revealing. മുന്നോട്ട് വർഷങ്ങൾ എടുത്ത് പുരോഗമനപരമായി ദൈവം ഈ കാര്യങ്ങൾ കുറേശ്ശെയായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ Still it is difficult for us to understand. നമുക്ക് അപ്പോൾ പോലും അത് മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. The writer to the Hebrews says that. Let us read Hebrews chapter 1 and verse 1. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. Now here we see how systematically from olden time to the present time God is revealing himself part by part, little by little. ദൈവം തന്നെ അല്പമായിട്ട് ആ പഴയ നിയമ കാലഘട്ടം മുതൽ എങ്ങനെ തന്നെ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. So the presence of the Holy Spirit is there from the beginning, but it was not fully understood in the Old Testament times. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആദ്യം മുതൽ ഉണ്ടെങ്കിലും പഴയ നിയമത്തിൽ അത് നമുക്ക് കൃത്യമായ നിലയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. Only now we are getting to understand it to some extent. ഇപ്പോഴാണ് അതിന്റെ ഒരു പരിധി വരെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. Remember this difference. ഈ വ്യത്യാസം നാം മനസ്സിലാക്കണം. Old Testament, the triune God was understood as the one and the only God. പഴയ നിയമത്തിൽ ത്രിയേക ദൈവത്തെ ഏക സത്യ ദൈവമായി അവതരിപ്പിച്ചിരിക്കുന്നു. And in the New Testament,
the only one and only God is presented as the triune God. പുതിയ നിയമത്തിലാകട്ടെ ഈ ഏക ദൈവത്തെ ത്രിയേക ദൈവമായി അവതരിപ്പിച്ചിരിക്കുന്നു. The next fact is Holy Spirit, the third person in the Godhead. അടുത്ത വിഷയം എന്നുള്ളത് പരിശുദ്ധാത്മാവ് തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തി എന്നുള്ളതാണ്. Commonly people say the third person in the Godhead. നാം സാധാരണഗതിയിൽ പരിശുദ്ധാത്മാവിനെ ദൈവത്വത്തിലെ മൂന്നാമത്തെ ആളായിട്ടാണ് കാണുന്നത്. Now God is in three persons, one God. ദൈവം മൂന്ന് ആളത്വങ്ങളുള്ള ഏക ദൈവമാണ്. God the Father, പിതാവായ ദൈവം, God the Son, പുത്രനായ ദൈവം, God the Holy Spirit. പരിശുദ്ധാത്മാവാം ദൈവം. But when we come to the New Testament, എന്നാൽ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ where this Trinity or the triune Godhead is revealed, ഈ ത്രിയേക ദൈവത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് there is a sequence involved there. ഒരു പ്രത്യേക ക്രമത്തിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. One example, if you read Matthew's Gospel, chapter 28 and verse 19. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം നാം വായിക്കാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും In the name of the Father, name of the Son, and in the name of the Holy Spirit. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. Even in the New Testament epistles we read such similar statements where the Father, the Son, and the Holy Spirit. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ക്രമത്തിലാണ് ലേഖനങ്ങളിലും നാം ആ ക്രമത്തിലാണ് നാം കാണുന്നത്. Love of God the Father, grace of the Lord the Son, and the fellowship of the Spirit. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. So in the New Testament, when this is mentioned, we see the sequence: first the Father, second the Son, and third the Holy Spirit. That's how it is mentioned. നാം പുതിയ നിയമത്തിൽ കാണുന്ന ഒരു ക്രമം ഇതാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. Now that is why sometimes for learning or for teaching we use the terminology Holy Spirit, the third person in the Godhead. അതുകൊണ്ടാണ് പലപ്പോഴും നാം ദൈവത്വത്തിലെ മൂന്നാമത്തെ ആളത്വം എന്ന നിലയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുന്നത്. It doesn't mean that he deserves the third prize. എന്നാൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ സ്ഥാനം അർഹിക്കുന്നയാളാണ് എന്നല്ല. It is not that God gets the first prize, Father gets the first prize, Son gets the second prize, and the Spirit gets the third prize. പിതാവ് ഒന്നാം സ്ഥാനത്തും പുത്രൻ രണ്ടാം സ്ഥാനത്തും പരിശുദ്ധാത്മാവ് മൂന്നാം സ്ഥാനത്തുമാണെന്നല്ല അതിന്റെ അർത്ഥം. That is not the reason why it is mentioned. അതല്ല അങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നതിന്റെ കാരണം. But the reason why the Holy Spirit is mentioned as the third person, പരിശുദ്ധാത്മാവിനെ മൂന്നാമത്തെ ആളത്വം എന്നുള്ള നിലയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതിന്റെ കാരണം, it is based on the sequence of God's revelation. അത് ദൈവിക വെളിപ്പാടിന്റെ ക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. That is how God revealed himself in that sequence. ദൈവം ആ ഒരു ക്രമത്തിലാണ് വെളിപ്പെടുന്നത്. Now in the New Testament we see one example that the Lord is quoting, one parable. കർത്താവ് പറഞ്ഞ പുതിയ നിയമത്തിൽ കാണുന്ന ഒരു ഉപമ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. A man had a vineyard. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. He gave it to the workers. അവൻ തന്റെ വേലക്കാർക്ക് അത് ഏൽപ്പിച്ചു കൊടുത്തു. And when it is time for the fruit to be gathered, he sent his servants. ആ ഫലം ശേഖരിക്കാറായ സമയത്ത് തന്റെ വേലക്കാരെ അയച്ചു. First some servants came. ചില വേലക്കാർ വന്നു. They killed them and threw them. അവർ കൊന്ന് ഉപേക്ഷിച്ചു കളഞ്ഞു. Second some people came. രണ്ടാമതായി മറ്റു ചിലർ വന്നു. Then they didn't accept him. അവരെയും സ്വീകരിച്ചില്ല. Then finally he sent his son. അവസാനമായി തന്റെ പുത്രനെ അയച്ചു. So what does it mean? അതിന്റെ അർത്ഥം എന്താണ്? First when the servants came, ആദ്യം സേവകന്മാർ വന്നു. was he not having a son? അവനൊരു മകൻ അപ്പോഴും ഇല്ലായിരുന്നോ? He had a son. അവനൊരു മകനുണ്ടായിരുന്നു. But he was not revealed. അവനെ വെളിപ്പെടുത്തിയില്ല. Similarly, അതുപോലെ when we see the working of the sequence of God's revelation, ദൈവത്വത്തിന്റെ വെളിപ്പാടിന്റെ ക്രമം നാം കാണുമ്പോൾ, when God the Father revealed himself, പിതാവായ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ the Son was there. പുത്രൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. The Holy Spirit was there. പരിശുദ്ധാത്മാവും അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. But the revelation was systematic. എന്നാൽ ദൈവിക വെളിപ്പാട് ക്രമീകൃതമാണ് എന്ന് നമുക്ക് കാണാം. How did God reveal himself? ദൈവം തന്നെ തന്നെ എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? First of all, ആദ്യമായി in the Old Testament time, God, the person of God the Father is revealed throughout. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിതാവായ ദൈവത്തിന്റെ വെളിപ്പാടാണ്. Till the time the Son, the Lord Jesus came. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നത് വരെ.
Now we see all through the Old Testament, നാം പഴയ നിയമത്തിലൂടെ പരിശോധിക്കുമ്പോൾ it was God who was dealing with the people. ദൈവമാണ് ആ ആളുകളുമായി ഇടപെടുന്നത്. God the Father was dealing with the Israelites. പിതാവായ ദൈവമാണ് ഇസ്രായേൽ ജനവുമായി ഇടപെടുന്നത്. Now when God the Father was revealing himself and dealing with the people, പിതാവായ ദൈവം ജനങ്ങൾ മുമ്പാകെ വെളിപ്പെടുകയും ജനങ്ങളുമായി ഇടപെടുകയും ചെയ്യുമ്പോഴും we never see God the Son working or revealing himself in some other place. പുത്രനായ ദൈവം വേറൊരു സ്ഥലത്ത് തന്നെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുകയില്ല. Until the coming of the Son, it was only the Father who was revealing himself and dealing with the people. പുത്രന്റെ ഭൂമിയിലേക്കുള്ള കടന്നുവരവ് വരെ പിതാവായ ദൈവമാണ് ആളുകളുമായി ഇടപെടുകയും തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. God the Father was revealing himself there. പിതാവായ ദൈവം തന്നെ അവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. We see the Spirit of God came upon some persons in the Old Testament. പരിശുദ്ധാത്മാവായ ദൈവം ചിലരുടെ മേൽ വന്നു എന്ന് പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. That is, he empowered some people to accomplish certain things, and after the work is done, he was taken up. അത് പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ വന്നത് അവരെ ചില പ്രത്യേക ദൗത്യങ്ങൾക്ക് വേണ്ടി ശക്തീകരിക്കുവാനും ആ ശക്തീകരണത്തിന് ശേഷം മടങ്ങിപ്പോകുന്നതിനുമാണ്. It was not the person of the Spirit who came down to dwell with people as the Lord Jesus came. യേശുക്രിസ്തു വരുന്നതുവരെ പരിശുദ്ധാത്മാവാം ദൈവം ആ നിലയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചിട്ടില്ല. So in the sequence of God's revelation to mankind, മനുഷ്യനോടുള്ള ദൈവിക വെളിപ്പാടിന്റെ ക്രമം എന്നുള്ളത് during the Old Testament, until the coming of the Lord Jesus Christ, God the Father revealed himself. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള അവതാരത്തിന് തൊട്ടു മുമ്പ് വരെ പിതാവായ ദൈവം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. And then when we come to the New Testament, അതിനുശേഷം നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ in the New Testament Gospels, സുവിശേഷങ്ങളിൽ we see God the Son is born. കർത്താവായ യേശുക്രിസ്തു പുത്രനാം ദൈവം പിറന്നു. So all through his lifetime in the Gospels, we see the Son revealed himself. സുവിശേഷങ്ങളിൽ നാം കാണുന്ന കർത്താവിന്റെ ഈഹലോക ജീവിതത്തിൽ പുത്രൻ തന്നെ വെളിപ്പെടുത്തുന്നതാണ്. Now when the Son is revealing himself, പുത്രൻ തന്നെ വെളിപ്പെടുത്തുമ്പോൾ, or when the Lord Jesus was here on the earth, ഈ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ we don't see God the Father parallelly working somewhere else. പിതാവായ ദൈവം മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് അതിന് സമാന്തരമായി പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ We കഴിയുകയില്ല. don't see the Holy Spirit working somewhere else. പരിശുദ്ധാത്മാവാൻ ദൈവം മറ്റൊരു സ്ഥലത്ത് പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ കഴിയുകയില്ല. That was the period when God the Son was revealed. പുത്രനാം ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന സമയമാണത്. He is God. He is God. കർത്താവ് ദൈവമാണ്. In the book of Colossians, we read about him like this. കൊലോസ്യ ലേഖനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. The fullness of God dwelt in him. ദൈവത്വത്തിന്റെ സമ്പൂർണ്ണത അവനിൽ വസിച്ചിരുന്നു. In whom? ആരിൽ? In the Son, the Lord Jesus, who was revealed. കർത്താവായ യേശുക്രിസ്തുവിൽ അത് വെളിപ്പെടുത്തപ്പെട്ടിരുന്നു. Now what is the fullness of God? ദൈവത്വത്തിന്റെ പൂർണ്ണത എന്നുള്ളത് എന്താണ്? Father, Son and the Spirit. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. That is the fullness of God. അതാണ് ദൈവത്വത്തിന്റെ പൂർണ്ണത. So even though the second person, the Son, was revealed during the gospel time, സുവിശേഷ കാലഘട്ടത്തിൽ പുത്രനാണ് തന്നെ വെളിപ്പെടുത്തിയിരുന്നതെങ്കിലും in him dwelt the Father and the Spirit. പുത്രനിൽ പിതാവും പരിശുദ്ധാത്മാവും വസിച്ചിരുന്നു. But he appeared as the Son in the human form. എന്നാൽ പുത്രൻ എന്ന നിലയിൽ മനുഷ്യരൂപത്തിലാണ് അത് വെളിപ്പെട്ടത്. Now after the gospels, when we come to the book of Acts, സുവിശേഷകാലം കഴിഞ്ഞതിനു ശേഷം അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നാം വരുമ്പോൾ, in Acts chapter 2 we see the Holy Spirit came down. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. Now from the book of Acts, when the church began, until the rapture of the church, it is the Holy Spirit who is revealing himself in the church and working through the church. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്ന ആ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം മുതൽ സഭയുടെ ഉത്പാദന കാലഘട്ടം വരെയുള്ള കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവാണ് സഭയ്ക്കുള്ളിലൂടെയും സഭയിലൂടെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. That is the period in which we are now. അതാണ് നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ കാലഘട്ടം. It is the period of the revelation of the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടിന്റെ കാലഘട്ടമാണ്. He is God himself. താൻ തന്നെ വിളിക്കുന്നത്. Now he is the omnipresent God. We'll come to that later. നാം അവൻ ഏകസത്യ ദൈവമാണ്, സർവശക്തിയുള്ള ദൈവമാണ് എന്ന് കാണാനായിട്ട് കഴിയും. But now in this period, ഈ കാലഘട്ടത്തിൽ we don't see God the Father working elsewhere.
പിതാവായ ദൈവം എവിടെയെങ്കിലും പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ We കഴിയുകയില്ല. don't see God the Son coming and appearing to someone else. പരിശുദ്ധ പുത്രനാം ദൈവം എവിടെയെങ്കിലും വെളിപ്പെട്ട് ആർക്കെങ്കിലും മുമ്പിൽ വെളിപ്പെടുന്ന നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. People say, no, yesterday Jesus came and appeared to me and spoke to me. ചില ആളുകൾ പറയാറുണ്ട്, കർത്താവ് ഇന്നലെ വന്ന് എന്നോട് സംസാരിച്ചു, എനിക്ക് വെളിപ്പെട്ടു എന്നൊക്കെ. Or the Lord Jesus came down in some place. ചില സ്ഥലങ്ങളിലൊക്കെ കർത്താവ് വന്നു എന്ന് ചിലപ്പോൾ സംസാരിക്കാറുണ്ട്. But those have got no scriptural validities. എന്നാൽ അതിനൊന്നും തിരുവചന അടിസ്ഥാനമില്ല. Because God will not work contrary to his own personality. ദൈവം തന്റെ ഒരാളത്വത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ദൈവമല്ല. When God the Father worked, God the Son and God the Holy Spirit were not revealed. പിതാവായ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ പുത്രനാം ദൈവവും പരിശുദ്ധാത്മാവാം ദൈവവും തങ്ങളെ തന്നെ വെളിപ്പെടുത്തിയില്ല. Father was working. പിതാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. When God the Son was working, പുത്രനാം ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ God the Father and God the Holy Spirit were not parallelly working. The Son was working. പിതാവാം ദൈവവും പരിശുദ്ധാത്മാവാം ദൈവവും അതിന് സമാന്തരമായി പ്രവർത്തിച്ചില്ല, പുത്രനാം ദൈവമാണ് പ്രവർത്തിച്ചത്. So in these days when God the Holy Spirit is working, ഈ കാലയളവിൽ പരിശുദ്ധാത്മാവാം ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ we don't see Father working somewhere else or Son coming and appearing to some people. പിതാവാം ദൈവം സമാന്തരമായി മറ്റൊരിടത്ത് പ്രവർത്തിക്കുന്നതോ പുത്രനാം ദൈവം ചില സ്ഥലങ്ങളിൽ വെളിപ്പെടുന്നതോ നമുക്ക് കാണാൻ കഴിയുകയില്ല. Where is the Son then? പുത്രൻ ഇപ്പോൾ എവിടെയാണ്? The Bible so clearly says he is at the right hand of the Father making intercession for us. നാം വളരെ വ്യക്തമായി ദൈവവചനം പറയുന്നു, പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. What is this intercession? എന്താണ് ഈ പക്ഷവാദ ശുശ്രൂഷ? This intercession is not for the unbelievers. Lord, save him, save him. It is not that. അത് അവിശ്വാസികൾക്ക് വേണ്ടിയല്ല, അവരെ രക്ഷിക്കണം എന്നുള്ള പക്ഷവാദമല്ല കർത്താവ് ചെയ്യുന്നത്. That is through the church is doing, appealing to them. അത് സഭയിലൂടെയാണ് ആ അഭ്യർത്ഥന ലോകത്തിന് മുമ്പിൽ വെക്കുന്നത്. Now what is the intercession? എന്താണ് കർത്താവിന്റെ മധ്യസ്ഥ ശുശ്രൂഷ? He is interceding for us. അവൻ നമുക്ക് വേണ്ടിയാണ് മധ്യസ്ഥത ചെയ്യുന്നത്. Why is he interceding? അവൻ എന്തുകൊണ്ട് മധ്യസ്ഥത ചെയ്യുന്നു? Because we still have sin in us. കാരണം നാം ഇപ്പോഴും പാപ ശരീരത്തിലാണ് ജീവിക്കുന്നത്. We do sin. Who can say that we don't have sin? നമുക്ക് ആർക്കാണ് പാപമില്ലെന്ന് പറയാൻ കഴിയുന്നത്? Each time when a believer sins, ഓരോ തവണ വിശ്വാസി പാപം ചെയ്യുമ്പോഴും he is eligible to get the penalty of death. That is, the wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമായതുകൊണ്ട് ഓരോ തവണ വിശ്വാസി പാപം ചെയ്യുമ്പോഴും മരണത്തിന് അർഹനായി തീരുന്നു. Immediately God has to exercise his justice. ദൈവത്തിന് ഉടനടി തന്റെ നീതി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. But he won't do that. You know why? എന്നാൽ അവൻ അത് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് In അറിയാമോ? between Father and we, the Son is standing as the intercessor. നമ്മുടെയും പിതാവിന്റെയും നടുവിൽ കർത്താവ് മധ്യസ്ഥ ശുശ്രൂഷ നിർവഹിക്കുന്നു. He is interceding. Don't punish him. I put it on me. I have died for him. അവനെ ശിക്ഷിക്കരുത്, ഞാൻ അവന് വേണ്ടി ശിക്ഷ അനുഭവിച്ചവനാണെന്ന് പറഞ്ഞ് പിതാവിന്റെ മുമ്പാകെ മധ്യസ്ഥത ചെയ്യുന്നു. Now imagine how many believers are there in this world? ഇപ്പോ എത്ര വിശ്വാസികൾ ഈ ലോകത്തിലുണ്ടെന്ന് സങ്കല്പിക്കുക. Kottayam city itself there are so many believers. കോട്ടയം നഗരത്തിൽ തന്നെ ധാരാളം വിശ്വാസികളുണ്ട്. In Kerala there are so many believers. കേരളത്തിൽ ധാരാളം വിശ്വാസികളുണ്ട്. All over the world, we can't even count the number of believers. നമുക്ക് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ കണക്കെടുക്കാൻ കഴിയില്ല. And there are believers, a vast number of them who are still sinning in one way or other. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാപം ചെയ്യുന്ന ധാരാളം വിശ്വാസികളുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. Millions of believers, each moment, every split of a second, one sin on other is happening somewhere. ലോകത്തിന്റെ അനേക കോണുകളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ നടുവിൽ ഓരോ നിമിഷവും പാപം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. That means the Lord Jesus, the Son of God, cannot cease even a split of a second from his intercessory work. അതിന്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തുവിനെ പുത്രനാം ദൈവത്തിന് തന്റെ മധ്യസ്ഥ ശുശ്രൂഷ ഒരു നിമിഷത്തേക്ക് പോലും മാറ്റിവെക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. Now tell me, when will he leave that and come here and appear to some people in person? അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കർത്താവ് അതിനിടയിൽ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുക എന്ന് നിങ്ങളൊന്ന് പറയുക. That is why this is the period of the Holy Spirit. He is working. അതുകൊണ്ടാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത്. Now what did the Lord Jesus say about the Holy Spirit before he ascended? കർത്താവ് താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? I will go and send the helper to you. ഞാൻ പോയി നിങ്ങൾക്ക് സഹായകനായ ഒരുവനെ അയക്കും.
That helper is the Holy Spirit. അത് ആ സഹായകൻ പരിശുദ്ധാത്മാവാണ്. And then he said, unless I go, he cannot come. ഞാൻ പോകാതെ അവന് വരാനായിട്ട് കഴിയുകയില്ല. Why did he say that? എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? Unless I go, he cannot come. ഞാൻ പോകാതെ അവന് വരാനായിട്ട് കഴിയുകയില്ല. What were these disciples doing after the ascension of the Son? കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ഈ ശിഷ്യന്മാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? 10 days they were tarrying. The Lord said, don't leave Jerusalem until he comes. അവരോട് പറഞ്ഞു, നിങ്ങൾ പോകരുത്, പരിശുദ്ധാത്മാവ് വരും വരെ കാത്തിരിക്കണം. Why couldn't the Lord Jesus wait here and ask him to come and then a handing over ceremony and then take a farewell and go? കർത്താവ് പോകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് വരുത്തിയിട്ട് ഒരു യാത്രയപ്പൊക്കെ സ്വീകരിച്ച ശേഷം എന്തുകൊണ്ടാണ് കർത്താവ് പോകാതിരുന്നത്? There's only one God. കാരണം ഒരേ ഒരു ദൈവം. There's only one God. ഒരേ ഒരു ദൈവം. That is why he said, unless I go, he cannot come. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോകാതെ അവന് വരാനായിട്ട് കഴിയുകയില്ല. Beloved, God the Father, God the Son and God the Holy Spirit never contradict to one another in their functioning. പ്രിയമുള്ള സഹോദരങ്ങളെ, പിതാവായ ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം അവരുടെ പ്രവർത്തനങ്ങളിൽ അവർ തങ്ങളിൽ തന്നെ ഒരു വൈരുദ്ധ്യതയും പുലർത്തുന്നവരല്ല. God worked as God the Father during the Old Testament time. പഴയ നിയമ കാലഘട്ടത്തിൽ പിതാവാം ദൈവം എന്ന നിലയിൽ പ്രവർത്തിച്ചു. God worked during the gospel period in the Son. ദൈവം പുതിയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധ പുത്രനിലൂടെ പ്രവർത്തിച്ചു, പുത്രൻ എന്ന നിലയിൽ പ്രവർത്തിച്ചു. And God the Holy Spirit is working now in the form of the Spirit. ഇന്ന് പരിശുദ്ധാത്മാവ് എന്ന ആളത്വത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. It is the same God whom we see all the way from the creation. ഈ ദൈവം എന്നുള്ളത് നാം സൃഷ്ടിയുടെ ആരംഭം മുതൽ കാണുന്ന അതേ ദൈവം തന്നെയാണ്. That is why we don't see them working contradicting one another. അതുകൊണ്ടാണ് അവർ പരസ്പരം വൈരുദ്ധ്യത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് എവിടെയും കാണാൻ കഴിയാത്തത്. Other day when our brother was taking the class, he mentioned like this. കഴിഞ്ഞ ദിവസം പ്രിയ സഹോദരൻ ക്ലാസ്സുകൾ എടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, At the time of the baptism of the Lord, കർത്താവിന്റെ സ്നാനത്തിന്റെ സമയത്ത് we see the role of the three persons of the Godhead coming together. ദൈവത്വത്തിലെ മൂന്നാളത്വങ്ങളും ഒരുമിച്ച് വെളിപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും. God the Son went into the water, he was getting baptized. പുത്രനാം ദൈവം വെള്ളത്തിലേക്ക് ഇറങ്ങി സ്നാനമേൽക്കുന്നു. God the Holy Spirit came in a visible form to rest upon him. പരിശുദ്ധാത്മാവാം ദൈവം ഒരു പ്രത്യക്ഷ രൂപത്തിൽ അവനിലേക്ക് ഇറങ്ങി വന്ന് വസിക്കുന്നു. God the Father declared in public, this is my beloved Son. പിതാവാം ദൈവം ഇതാ എന്റെ പ്രിയപുത്രൻ എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. Now what was that? എന്താണ് അങ്ങനെ സംഭവിച്ചത്? There is not three different gods working at the same time. മൂന്ന് ദൈവങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കുന്നതല്ല. It was the confirmation of the triune God and his presence upon this person. അതിന്റെ കാരണം ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യവും അതിന്റെ ഉറപ്പും ഈ യേശുക്രിസ്തുവിൽ ഉണ്ട് എന്നതിന്റെ വെളിപ്പെടുത്തലാണ്. In him is the fullness of God. അവനിലാണ് ദൈവത്വത്തിന്റെ പൂർണ്ണത. So God the Holy Spirit is God working in the form of the Spirit among us today. ദൈവത്വത്തിന്റെ ആളത്വത്തിൽ പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. Paul the Apostle talks about his calling in which the role of the triune God is present. അപ്പോസ്തലനായ പൗലോസ് തന്റെ വിളിയെക്കുറിച്ച് പറയുമ്പോൾ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. We will read Romans chapter 1 verse 1 to 4. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദാനം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. The spirit of holiness എന്നൊരു വാക്കുണ്ടോ ഇതില്? Is it in some other words in Malayalam? The spirit of holiness. That passage is there. വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് verse 5 yeah, in Malayalam it is verse 5. അഞ്ചാം വാക്യം ഒന്ന് വായിച്ചാൽ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രന്റെ ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന Malayalam it is verse 5.
അഞ്ചാം വാക്യമാണ് റോമലേഖനം 1:5 വാക്യം. Now when we take that whole 5 verses, ആ 5 വാക്യങ്ങൾ നാം എടുക്കുമ്പോൾ Paul is explaining his calling. ദൈവം പൗലോസ് തന്റെ വിളിയെ കുറിച്ച് അവിടെ And വെളിപ്പെടുത്തുകയാണ്. he talks about the involvement of God the Father. പിതാവാം ദൈവത്തിന്റെ പ്രവർത്തനം, He talks about the involvement of God the Son. പുത്രനാം ദൈവത്തിന്റെ പങ്ക്, He talks about the involvement of God the Holy Spirit. പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ പങ്ക്. So all three are present there. പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നു. Regarding our salvation, നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട് we see God the Father sent his Son. പിതാവായ ദൈവം തന്റെ പുത്രനെ അയച്ചു. 1 John chapter 4 and verse 14 we read that. 1 യോഹന്നാൻ 1:14 വാക്യത്തിൽ നാം അങ്ങനെ വായിക്കുന്നു. Secondly, we see God the Son accomplished the work on the cross. പുത്രൻ ക്രൂശിൽ വെച്ച് രക്ഷയുടെ വേല പൂർത്തിയാക്കി. Colossians 1:22 we read that. കൊലോസ്യർ 1:22 നാം അങ്ങനെ വായിക്കുന്നു. Thirdly, the Spirit convicts and baptizes us into the body. പരിശുദ്ധാത്മാവ് ഈ രക്ഷയുടെ ബോധ്യം നൽകുകയും ആത്മസ്നാനത്താൽ സഭയാകുന്ന ശരീരത്തോട് നമ്മെ ചേർക്കുകയും ചെയ്യുന്നു. 1 Corinthians 12:13 we read that. 1 കൊരിന്ത്യർ 12:13 നാം വായിക്കുന്നു. And 1 John 3:2 also we read that. 1 യോഹന്നാൻ 3:2 വാക്യത്തിലും വായിക്കുന്നു. Not taking time to explain it. അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. So we understand there the role of the triune God, God the Father, God the Son and the God the Holy Spirit is involved in our salvation. നമ്മുടെ രക്ഷാ പദ്ധതിയിൽ പിതാവായ ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം, ത്രിയേക ദൈവത്തിന്റെ പ്രവർത്തനം നമുക്ക് കാണാനായിട്ട് കഴിയും. Now who completed the work of our salvation? നമ്മുടെ രക്ഷയുടെ പ്രവൃത്തി ആരാണ് പൂർത്തീകരിച്ചത്? Only God. ദൈവം മാത്രം. Because in the book of Ephesians we read like this. എഫേസ്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. You have been saved by grace, not by your own. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയാലത്രേ, പ്രവൃത്തികളാലല്ല. It is absolutely the work of God. അത് സമ്പൂർണ്ണമായി ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. God has not given any share to anybody else in relation to our salvation. നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട് ദൈവം അതിന്റെ പങ്ക് ആർക്കും നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. So if God the Father has a role in our salvation, പിതാവായ ദൈവത്തിന് നമ്മുടെ രക്ഷയുടെ പദ്ധതിയിൽ ഒരു പങ്കുണ്ടെങ്കിൽ, if God the Son has a role in our salvation, പുത്രനാം ദൈവത്തിന് നമ്മുടെ രക്ഷാപദ്ധതിയിൽ ഒരു പങ്കുണ്ടെങ്കിൽ, if God the Holy Spirit has a role in our salvation, പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് നമ്മുടെ രക്ഷാപദ്ധതിയിൽ പങ്കുണ്ടെങ്കിൽ, it is only because he is God. അതിന്റെ കാരണം അവൻ ദൈവമാണ് എന്നുള്ളത് കൊണ്ടാണ്. If he was anything lesser than God, he would not have any role or part in our salvation. അവൻ ദൈവത്തിൽ കുറഞ്ഞ എന്തെങ്കിലും ആണെങ്കിൽ അവൻ രക്ഷാപദ്ധതിയിൽ യാതൊരു പങ്കും ഉണ്ടായിരിക്കുകയില്ല. So we know the Holy Spirit is God himself. അതുകൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പായി മനസ്സിലാക്കാം, പരിശുദ്ധാത്മാവ് ദൈവമാണ്. Now when we come to Acts chapter 5 verse 2 to 4, പ്രവൃത്തികളുടെ പുസ്തകം 5-2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ, yesterday it was considered here. ഇന്നലെ ആ കാര്യം ഇവിടെ ചർച്ച ചെയ്തു. Now there we read about Ananias and Sapphira. അനന്യാസിനെയും സഫീറയെ കുറിച്ച് നാം അവിടെ വായിക്കുന്നു. Now when Peter is talking, പത്രോസ് അവരോട് സംസാരിക്കുമ്പോൾ he says you are lied to the Holy Spirit നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു എന്ന് പറയുന്നു. and you are lied to God. നിങ്ങൾ ദൈവത്തോട് വ്യാജം കാണിച്ചിരിക്കുന്നു. So Holy Spirit and God are equated there. പരിശുദ്ധാത്മാവും ദൈവവും ഒന്നായി അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. So that is how we understand Holy Spirit is God himself. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Now finally I just want to share this. അവസാനമായി ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. Holy Spirit at par with Godhead in Trinity. പരിശുദ്ധാത്മാവ് തൃത്വത്തിലെ ദൈവിക ആളത്വങ്ങൾക്ക് സമനാണ്. Now God has certain characters attributed to him. ദൈവത്തിൻ്റെതായ ചില സവിശേഷതകളുണ്ട്. All those characteristics are also attributed to the Holy Spirit. ആ ആളത്വ ആ സവിശേഷതകളെല്ലാം പരിശുദ്ധാത്മാവിൽ നമുക്ക് കാണാൻ കഴിയും. Number 1. ഒന്നാമതായി, God is the creator. ദൈവം സൃഷ്ടാവാണ്. No doubt about that. അതിൽ യാതൊരു സംശയവുമില്ല. He is the creator. അവൻ സൃഷ്ടാവാണ്. Now when we come to the New Testament, പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ, Colossians chapter 1 and verse 16, കൊലോസ്യ ലേഖനം 1:16 വാക്യത്തിൽ, the Son is the creator. പുത്രനാണ് സൃഷ്ടിതാവ്. And when we look about the Holy Spirit, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, please read Job chapter 33 and verse 4. ഇയ്യോബ് 33 വാക്യം നമുക്കൊന്ന് വായിക്കാം. There how Job is explaining about the Spirit. ഇവിടെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് കാണുന്നത്. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. Yeah, the Spirit of God has created me or made me. ഇവിടെ നാം കാണുന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു എന്നാണ്. So if God is the creator,
ദൈവം സൃഷ്ടാവാണ്. The Spirit is the creator. പരിശുദ്ധാത്മാവ് സൃഷ്ടാവാണ്. So God is the creator and Holy Spirit is equivalent to God, at par with God. ദൈവം സൃഷ്ടാവാണെങ്കിൽ പരിശുദ്ധാത്മാവ് അവനോട് സമനാണ്, അവനും സൃഷ്ടാവാണ്. Secondly, രണ്ടാമതായി God is eternal. ദൈവം നിത്യനാണ്. When we come to the New Testament, പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ Hebrews chapter 1 and verse 8, we read, the Son is eternal. എബ്രായ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പുത്രൻ നിത്യനാണ് എന്ന് നാം വായിക്കുന്നു. That are all those things we have seen yesterday. ആ കാര്യങ്ങളെല്ലാം നാം ഇന്നലെ കണ്ടു. Now come to Hebrews chapter 9 and verse 14. എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരിക. Hebrews 9:14. എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച Eternal Spirit. നിത്യാത്മാവ്. Now God is eternal. ദൈവം നിത്യനാണ്. Son is eternal. പുത്രൻ നിത്യനാണ്. About the Spirit, eternal Spirit. ഇവിടെ പരിശുദ്ധാത്മാവ് നിത്യാത്മാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. Only God is eternal. ദൈവം മാത്രമാണ് നിത്യൻ. What is the meaning of eternal? എന്താണ് നിത്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം? No beginning, no end. ആദ്യമോ അവസാനമോ ഇല്ല. Only God is there who has no beginning and no end. ദൈവത്തിന് മാത്രമാണ് ആദ്യമോ അവസാനമോ ഇല്ലാത്തത്. So the Spirit is eternal. അതുകൊണ്ട് ദൈവം നിത്യനായ പരിശുദ്ധാത്മാവ് നിത്യാത്മാവാണ്. Thirdly, മൂന്നാമതായി God is holy. ദൈവം പരിശുദ്ധനാണ്. No doubt about that. അതിൽ യാതൊരു സംശയവുമില്ല. When we come to the New Testament, പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ 1 John chapter 3 and verse 5, we see Jesus Christ, or the Son of God, is holy. 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പുത്രൻ വിശുദ്ധനാണ് എന്ന് വായിക്കുന്നുണ്ട്. Now we will read Hebrews chapter 10 and verse 15. എബ്രായ ലേഖനം 10-ാം അധ്യായം 15-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. Enough. Holy Spirit, the name itself is Holy Spirit. അവന്റെ പേര് തന്നെ പരിശുദ്ധാത്മാവ് എന്നാണ്. So we don't need any other attribution to prove that God is holy. That is, Holy Spirit is holy. പരിശുദ്ധാത്മാവ് ദൈവമാണെന്നും ദൈവം വിശുദ്ധനാണെന്നും പരിശുദ്ധാത്മാവ് വിശുദ്ധനാണെന്നും വെളിപ്പെടുത്താൻ വേറൊരു വാക്യത്തിന്റെയും ആവശ്യമില്ല. Number 4. നാലാമതായി God is sovereign. ദൈവം പരമാധികാരിയാണ്. There is no doubt. All through the Old Testament we see God is sovereign and His sovereignty is proved. ദൈവം പരമാധികാരിയാണെന്ന് ദൈവവചനത്തിൽ ഉടനീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. And we see in the New Testament, Philippians chapter 2 and verse 11, that Jesus Christ, the Son, is sovereign. പുത്രൻ പരമാധികാരിയാണെന്ന് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. Now we will read 1 Corinthians 12:11. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. One Spirit who distributes as He wills. താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ്. That is the Holy Spirit. അതാണ് പരിശുദ്ധാത്മാവ്. As He wills, there is no one above that. അവൻ പ്രവർത്തിക്കുന്നു. അവൻ തന്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പരമാധികാരിയാണ്. Holy Spirit is sovereign. പരിശുദ്ധാത്മാവ് പരമാധികാരിയാണ്. Number 5. അഞ്ചാമതായി God is omnipotent. ദൈവം സർവശക്തനാണ്. No doubt about that. God is omnipotent. ദൈവം സർവശക്തനാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. Romans 1:14 says the Lord, the Son, is also omnipotent. റോമർ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പുത്രൻ സർവശക്തനാണ് എന്ന് നാം വായിക്കുന്നു. Now we will read this. Romans 8:11. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമർ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. The Spirit who raised Jesus from the dead. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്നും എഴുന്നേൽപ്പിച്ച ആത്മാവ്. He is omnipotent. He has the power to raise the dead. മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന സർവശക്തിയുള്ള ദൈവമാണ് പരിശുദ്ധാത്മാവ്. Zechariah chapter 4 and verse 6. സഖരിയാവ് 4-ാം അധ്യായം 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. സെരുബാബലിനോടുള്ള യഹോവയുടെ അരുളപ്പാട്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. But by my Spirit, not by the strength of the army, not by the strength of the people, but by my Spirit. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രയെന്ന് ദൈവത്തിന്റെ അരുളപ്പാട്. Holy Spirit is omnipotent. പരിശുദ്ധാത്മാവ് സർവശക്തിയുള്ള ദൈവമാണ്.
Number 6, God is omniscient. ദൈവം സർവജ്ഞാനിയാണ്. അതാണ് ആറാമത്തെ കാര്യം. We know God is omniscient, nothing is hidden from him. ദൈവം സർവജ്ഞാനിയാണ്. അവനിൽ നിന്ന് യാതൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. Hebrews 4:13 we understand the Son Jesus Christ is also omniscient. എബ്രായ ലേഖനം 4-13 വാക്യത്തിൽ പുത്രനും സർവജ്ഞാനിയാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. Now we will read 1 Corinthians 2:11. നമുക്ക് 1 കൊരിന്ത്യർ 2-11 വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 2-11 വാക്യം. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. Now we know the Spirit is omniscient. He knows everything. പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയാണ്. അവൻ സകലവും അറിയാം എന്ന് ഈ വേദഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Number 7, ഏഴാമത്തെ കാര്യം, God is omnipresent. ദൈവം സർവ്വവ്യാപിയാണ്. He is everywhere. We have learned that. പിതാവായ ദൈവം സർവ്വവ്യാപിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. God the Son is omnipresent. Yesterday we saw that. ഇന്നലെ നാം കണ്ടു പുത്രനും സർവ്വവ്യാപിയാണ് എന്നുള്ള കാര്യം. Now we will read Psalms 139 verse 7 and 8. നമുക്ക് സങ്കീർത്തനം 139 സങ്കീർത്തനം 7-8 വാക്യങ്ങൾ വായിക്കാം. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. Anywhere I go, there is no place that I can hide from the Spirit of God. ഞാൻ എവിടെ പോയെന്ന് വന്നാലും ദൈവത്തിന്റെ ആത്മാവിനെ ഒളിച്ചെനിക്കങ്ങ് പോകാൻ കഴിയുകയില്ല. God the Holy Spirit is omnipresent. പരിശുദ്ധാത്മാവാം ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്. We saw 7 characters of God here. നാം ദൈവത്തിന്റെ 7 പ്രത്യേകതകൾ കണ്ടു. God is the creator. ദൈവം സൃഷ്ടിതാവാണ്. Holy Spirit is the creator. പരിശുദ്ധാത്മാവും സൃഷ്ടിതാവാണ്. God is eternal. ദൈവം നിത്യനാണ്. Holy Spirit is eternal. പരിശുദ്ധാത്മാവും നിത്യനാണ്. God is holy. പിതാവ് ദൈവം പരിശുദ്ധനാണ്. Holy Spirit is holy. പരിശുദ്ധാത്മാവും പരിശുദ്ധനാണ്. God is sovereign. ദൈവം പരമാധികാരിയാണ്. Holy Spirit is sovereign. പരിശുദ്ധാത്മാവും സർവാധികാരിയാണ്. God is omnipotent. ദൈവം സർവശക്തനാണ്. Holy Spirit is omnipotent. പരിശുദ്ധാത്മാവും സർവശക്തനാണ്. God is omniscient. ദൈവം സർവജ്ഞാനിയാണ്. The Holy Spirit is omniscient. പരിശുദ്ധാത്മാവും സർവജ്ഞാനിയാണ്. God is omnipresent. ദൈവം സർവ്വവ്യാപിയാണ്. Holy Spirit is omnipresent. പരിശുദ്ധാത്മാവും സർവ്വവ്യാപിയാണ്. Holy Spirit at par with Godhead in Trinity. തൃത്വത്തിലെ ദൈവകത്വത്തിൽ പരിശുദ്ധാത്മാവ് സംശയലേശമന്യേ ഉൾപ്പെടുന്നു. So all these factors shows us Holy Spirit in relation to Trinity. He is God. ഈ എല്ലാ സവിശേഷതകളും ഒരുപോലെ വെളിപ്പെടുത്തുന്നു. തൃത്വത്തിൽ പരിശുദ്ധാത്മാവ് ദൈവമാണ്. God the Holy Spirit is God himself and all his attributes are from eternity to eternity. പരിശുദ്ധാത്മാവ് ദൈവമാണ്. നിത്യത മുതൽ നിത്യത വരെ അവന്റെ എല്ലാ സവിശേഷതകളും ദൈവത്വത്തിനുള്ള എല്ലാ സവിശേഷതകളും പരിശുദ്ധാത്മാവിലുണ്ട്. He cannot be separated from Father or from the Son. പുത്രനിൽ നിന്നോ പിതാവിൽ നിന്നോ അവനെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. He is one God. അവൻ ഒരേ ദൈവം revealed in the Spirit. പരിശുദ്ധാത്മാവിൽ വെളിപ്പെട്ടിരിക്കുന്നു. God the Holy Spirit is God himself living and working in the church today. ഇന്ന് സഭയിൽ പ്രവർത്തിക്കുകയും സഭയിൽ വസിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. He convicts and he joins the chosen ones to the body. താൻ സഭാ സംവിധാനത്തിൽ വേണ്ട നിയമനം നൽകി ബോധ്യത നൽകി പ്രവർത്തിക്കുന്നു. He appoints and convicts the administrative structure of the church, the body of Christ. ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ഭരണ സംവിധാനത്തെ അവൻ നിയന്ത്രിക്കുകയും ആവശ്യമായ നിയമനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. He is God. അവൻ ദൈവമാണ്. Finally, അവസാനമായി God the Holy Spirit will ascend with the church when the church is raptured or taken away. ഉൽപ്രാപനം നടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് ദൈവത്തിന്റെ സഭയോടുകൂടി എടുക്കപ്പെടും. He will continue to work in the church and through the church until the rapture of the church. ഉൽപ്രാപനം നടക്കുന്നത് വരെ സഭയിലൂടെയും സഭയ്ക്ക് വേണ്ടിയും താൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. We don't find God the Father coming and working somewhere else. പിതാവായ ദൈവം എവിടെയെങ്കിലും വന്ന് പ്രവർത്തിക്കുന്ന നമുക്ക് ആ സമയത്ത് കാണാൻ We കഴിയില്ല. don't see God the Son working somewhere else. പുത്രനാം ദൈവം എവിടെയെങ്കിലും വന്ന് പ്രവർത്തിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. We have God working in the world among us today. പുത്രനായ പിതാവ് ദൈവം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്
കർത്താവായ I പരിശുദ്ധാത്മാവിലൂടെയാണ്. want to tell every one of you, നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം my പറയാനുണ്ട്. friends who are able to listen to me from various corners, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, don't expect God to come in person and appear to you. ദൈവം തന്റെ രൂപത്തിൽ, ദൈവരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് വെളിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. Don't wait for Jesus Christ to come and give you a revelation. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. Same God in the spirit is near you, appealing to you, pleading with you. ആ ദൈവം പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ആളത്വത്തിൽ നിങ്ങളുടെ മുമ്പാകെ നിങ്ങളോട് ഇടപെടുകയും നിങ്ങളുടെ മുമ്പാകെ തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുകയും നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. Receive him into your life. അവനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. He is God himself who is talking to you, pleading with you. നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളോട് വാദിക്കുകയും ചെയ്യുന്ന ദൈവം പരിശുദ്ധാത്മാവാണ്. Holy Spirit of God. ദൈവത്തിന്റെ He പരിശുദ്ധാത്മാവ് is God himself. അവൻ ദൈവമാണ്. He is from eternity to eternity. നിത്യത മുതൽ നിത്യത വരെ. He is nothing less or more than the Father or Son. പുത്രനേക്കാൾ കുറഞ്ഞവനോ പിതാവിനേക്കാളും പുത്രനേക്കാളും കുറഞ്ഞവനോ കൂടിയവനോ അല്ല അവൻ. May his name be glorified. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കഴിഞ്ഞ കർത്താവേ 5 ദിവസങ്ങളിലായി അവിടെ ദൈവിക തൃത്വം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി അങ്ങനെ ദാസന്മാരിലൂടെ അങ്ങ് ഹൃദ്യമായി സംസാരിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് വൈകുന്നേര സമയത്ത് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് ഈ തിരുനക്കര മൈതാനത്ത് ശക്തിയോടെ വിളിച്ചു പറയുവാൻ അങ്ങയുടെ ദാസനെ അങ്ങ് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് സഭയുടെ നടുവിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി അടിയങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, ആത്മാവിൽ നിറഞ്ഞു ജീവിപ്പാൻ ദൈവജനത്തെ അങ്ങ് സഹായിക്കണം. അവിടുന്ന് ഇത്രത്തോളം സഹായിച്ചതുകൊണ്ട് സ്തോത്രം. അങ്ങനെ ദാസനെ ഉപയോഗിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി സ്വീകരിക്കണം സ്വർഗീയ നല്ല പിതാവ്.